അഴിമതി ചെയ്യാൻ റെഡിയാണോ? എന്നാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാം. വെസ്റ്റ് ബംഗാളിൽ ബി ഭരണത്തിൽ വന്നു പുതിയ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരിയെ തിരഞ്ഞെടുത്തു. പുള്ളിക്കാരന്റെ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്താണ് പൊളിറ്റിക്സിലെ കമ്മിറ്റ്മെന്റ്, ലോയാലിറ്റി, എത്തിക്സ് എന്ന് പുള്ളിക്കാരനിൽ നിന്ന് കണ്ടുപഠിക്കണം. പണ്ട് ഇലക്ഷൻ ക്യാമ്പയിനിൽ മോദി സുവേന്ദുവിനെതിരെ കൈക്കൂലി മേടിക്കുന്നത് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. അതേ മോദിജി തന്നെയായിരുന്നു ഇപ്പോഴും സുവേന്ദുവിനെ പൂമാലയിട്ട് സ്വീകരിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ പൊളിറ്റിക്സിലെ റിയൽ ക്യാരക്ടർ. ഇനി ബംഗാളിൽ നല്ലൊരു ഭരണം കാണുമോ എന്ന് അദ്ദേഹത്തിന്റെ പാസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ബി.ജെ.പിയിൽ ചേർന്ന ശേഷം മോദിജിയുടെ സബ്കാ വികാസ് എന്ന സ്റ്റേറ്റ്മെന്റിനെതിരെ അദ്ദേഹം എതിർത്ത് സംസാരിച്ചു. എല്ലാവരെയും വികസനത്തിന്റെ പാതയിൽ കൊണ്ടുവരാൻ പറ്റില്ലെന്നും ആന്റി നാഷണൽ മുസ്ലിമുകളും നാഷണൽ മുസ്ലിമും ഒരേ ആളുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഇതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വന്നുവെങ്കിലും ബി.ജെ.പിക്ക് അതൊന്നും കുഴപ്പമില്ല. ബി.ജെ.പിയുടെ മൈൻഡിൽ ഒരു നേതാവ് എത്രത്തോളം വർഗീയത പറയുന്നുവോ അത്രയും നല്ലതാണ്. നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ മോശമാകുന്നു, ജോലിയില്ലായ്മ കൂടുന്നു. ഇതിനെല്ലാം ജനങ്ങളെ മാറ്റി ചിന്തിപ്പിക്കാനാണ് മതപരമായ രാഷ്ട്രീയം കളിക്കുന്നത്. ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ പോയി ചാടുന്നത്. 2026 ഇലക്ഷൻ ടൈമിൽ സുവേന്ദുവിന്റെ പ്രോ ഹിന്ദു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര റാഡിക്കലും ഹാർഡുമായിരുന്നു. പബ്ലിക് ആയിട്ടാണ് ആന്റി മുസ്ലിം സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയായിരിക്കും ജോലി ചെയ്യുന്നത്, മുസ്ലിമുകൾക്ക് വേണ്ടിയല്ല എന്ന്. 1970 ഡിസംബർ 15-നാണ് സുവേന്ദു അധികാരി ജനിക്കുന്നത്. ബംഗാളിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയ പൊളിറ്റിക്കൽ ഫാമിലിയാണ് അധികാരി ഫാമിലി. 1995 കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയ യാത്ര തുടങ്ങിയത്. എന്നാൽ 1998 മമതാ ബാനർജി TMC ഫോം ചെയ്തപ്പോൾ കാറ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് സുവേന്ദുവിന് മനസ്സിലായി. പുള്ളി ഉടനെ TMCയിലേക്ക് ചാടി. 2006 ആദ്യമായി MLA ആയി. 2007 നന്ദിഗ്രാം ലാൻഡ് മൂവ്മെന്റിലൂടെയാണ് സുവേന്ദുവിന്റെ കാലം തുടങ്ങിയത്. TMC ആയിരുന്നു ഫേസ് എങ്കിലും ഗ്രൗണ്ട് ലെവൽ സുവേന്ദു ആയിരുന്നു എല്ലാം. 2016 ബി.ജെ.പിയെ മാറ്റുക, രാജ്യത്തിനെ രക്ഷിക്കുക എന്നതായിരുന്നു സുവേന്ദുവിന്റെ ലൈൻ. എന്നാൽ മമതയുടെ അനന്തരവനായ അഭിഷേക് ബാനർജി വന്നതോടെ സുവേന്ദുവിന്റെ ഇമേജ് പതുക്കെ ഇല്ലാതായി. 2020 നവംബറിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഡിസംബറിൽ ബി.ജെ.പി ജോയിൻ ചെയ്തു. 2026 ഇലക്ഷൻ അഫിഡവിറ്റിൽ 25 ക്രിമിനൽ കേസാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലിസ്റ്റ് കുറച്ച് വലുതാണ്. അറ്റംപ്റ്റ് ടു മർഡർ, ക്രിമിനൽ ഇന്റിമേഷൻ, ഹർട്ടിംഗ് റിലീജിയസ് സെന്റിമെന്റ്, റൈറ്റിംഗ്, സെക്ഷൽ ഹറാസ്മെന്റ്, കറപ്ഷൻ, മണി ലോണ്ടറിംഗ്, നക്സൽ ബന്ധം, അങ്ങനെ കുറെ. പക്ഷെ ഒരു കേസ് പോലും തെളിയിച്ചില്ല. കാരണം വാഷിംഗ് മെഷീൻ പാർട്ടിയിലല്ലേ ജോയിൻ ചെയ്തിരിക്കുന്നത്. 2010 CID റിപ്പോർട്ടിൽ പ്രകാരം നന്ദിഗ്രാം മാവോയിസ്റ്റുകൾക്ക് 1000 റൗണ്ട് വെടിമരുന്ന് സപ്ലൈ ചെയ്തതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട്. 2014 നാരദ സ്റ്റിംഗ് ഓപ്പറേഷനിൽ സുവേന്ദു കൈക്കൂലി വാങ്ങുന്ന വീഡിയോ പുറത്തു വന്നു. 2016 ബി.ജെ.പി അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ വരെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ബി.ജെ.പിയുടെ വാഷിംഗ് മെഷീനിൽ കയറിയപ്പോൾ എല്ലാം പോയി. ബംഗാളിലെ ശാരദ ചിറ്റ് ഫണ്ട് സ്കാമിലും ഇദ്ദേഹത്തിന്റെ പേരുണ്ട്. 2020 സുവേന്ദു ബി.ജെ.പിയിൽ ചേർന്നപ്പോൾ ശാരദ ഗ്രൂപ്പ് ചെയർമാൻ മോദിക്ക് കത്തയച്ചു. ഏതൊക്കെ നേതാവാണോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് അവരെല്ലാം ബി.ജെ.പി ജോയിൻ ചെയ്തു. കോടിക്കണക്കിന് പൈസയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതെന്ന്. 2022 സുവേന്ദുവിനെതിരെ കുറെ കേസുകൾ വന്നപ്പോൾ അദ്ദേഹം കൽക്കട്ട ഹൈക്കോടതിയിൽ പോയി പെറ്റീഷൻ കൊടുത്തു. എല്ലാ കേസും ഫേക്കാണ്, എടുത്ത് കളയണമെന്ന് അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടു. കോടതി ഇത് കേൾക്കുകയും ഹിസ്റ്റോറിക് ഓർഡർ പുറത്തുവിട്ടു. സുവേന്ദുവിന് ബ്ലാങ്കറ്റ് പ്രൊട്ടക്ഷൻ കിട്ടി. കോടതിയുടെ അനുവാദമില്ലാതെ ഇദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ 26 FIR സ്റ്റേ ചെയ്യപ്പെട്ടു. ഇന്ന് സുവേന്ദു അധികാരി ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്. ബി.ജെ.പിയുടെ തീവ്ര ഹിന്ദു രാഷ്ട്രീയത്തിന്റെ മുഖമാണ്. എത്തിക്സോ ലോയാലിറ്റി ഒന്നുമല്ല, വെറുപ്പും അധികാരവുമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഇന്ധനമെന്ന് സുവേന്ദു തെളിയിക്കുന്നു. ഇതാണ് മക്കളെ യഥാർത്ഥ രാഷ്ട്രീയം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.